അല്ല അപകടത്തെ ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റിക്കോ അങ്ങനെ യാതൊരു ഒരു അറിവുമില്ല. ഈ കൊച്ചിന്റെ അച്ഛൻ ഈ കൊച്ചിനെ കൊണ്ട് കുതിരയെ പിടിപ്പിച്ചപ്പം നിയന്ത്രണം വിട്ട് കൊച്ചിന്റെ ദേഹത്തൂടെ കുതിര തട്ടിയതാണ്. അല്ലാതെ കമ്മിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കാർ പറയുന്നത് കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് എന്നാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, ഇവിടെ 12 ദിവസമായിട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാൻ പറ്റിയ ക്ഷീണമാണ്, ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം എന്നാണ് ക്ഷേത്ര കമ്മിറ്റി ആളുകൾ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഈ അമ്പലത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. എൻ്റെ ഈ കാണുന്നതാണ് ഇന്നലെ അപകടം വരുത്തി വെച്ച രഥം. ഇതിനെയാണ് കെട്ടുകുതിര എന്ന് പറയുന്നത്. ഈ കുതിരയാണ് അപകടം വരുത്തിയത്. ഇന്നലെ ഇത് വലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അബദ്ധവശാൽ കയറ് വിട്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ടാണ് കുട്ടി മരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അമ്പല കമ്മിറ്റി അല്ലെ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ 1 മണിക്കൂറായി അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ടെലിഫോണിൽ കിട്ടിയപ്പോഴാണ് ഇക്കാര്യം അവർ പറഞ്ഞത്. അതായത് ഈ കുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്, അല്ലെങ്കിൽ അതിൽ അമ്പല കമ്മിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, അതിലുള്ളൊരു അറിവ് അമ്പല കമ്മിറ്റിക്കില്ല. പിതാവിൻ്റെ കയ്യിൽ നിന്ന് എന്നാണ് കുതിരയുടെ ഭാഗം തട്ടിയാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നാണ് അമ്പല കമ്മിറ്റി പറഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ രഥം നിയന്ത്രിക്കുന്ന രഥത്തിൻ്റെ ജോലിക്കാരാണ്. ചേട്ടാ, എന്താ സംഭവിച്ചെന്നില്ല? ഞങ്ങൾ ബാക്കിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഈ സംഭവം ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ 4 പേരാണ്. തേരി ഇറക്കം കൂടെ, അവിടെ തേരിയും ഇറക്കവും കൂടെ ഈ തേരി പിടിച്ച് കയറ്റാൻ വേണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. ഇറങ്ങിപ്പോയോ? ഇല്ല, സൈഡിൽ തന്നെ നിന്നേന്നാ അവർ പറയുന്നത്. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ബാക്കിൽ 4 പേരും ബാക്കിലാണ്. ഞങ്ങൾ കുതിരയുടെ ബാക്കിൽ നിന്നേ പറ്റും. ഞങ്ങളിതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾ കണ്ടില്ലത്. ഞങ്ങൾ കുതിരയുടെ തൊട്ട് ബാക്കിൽ നിന്ന് കുതിര എന്തിനാ പോയിരുന്നു. അപകടം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. കുട്ടിക്ക് പിന്നെ എന്താ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ദേഹത്തോട് ബീല് കയറി ഇറങ്ങിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ കുതിരയുടെ ഏറ്റവും ബാക്കിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കുതിരയുടെ ബാക്കിൽ നിന്നാലേ നമുക്ക് ആ നിയന്ത്രണം നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. കുതിരയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. കുതിരയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല. വടത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. കുതിര വലിച്ചോണ്ട് ഓടിയപ്പോൾ സൈഡിൽ നിന്ന് കയറ്റം കയറിയത് ഇറക്കവും കൂടാ. കുതിര അവിടെ കുത്തിപ്പോകുമ്പോൾ ഞങ്ങൾ ബാക്കിൽ നിൽക്കുകയാണ്. 4 പേര് അതേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഈ ബാക്ക് കൊണ്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയുടെ ഹാൻഡ് പവർ കൊണ്ടാണ് നമ്മൾ ഈ കുതിര കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ അതിന് ഗിയറോ ബ്രേക്കോ ഒന്നുമില്ല. ഈ കരക്കാർ ഇത് പിടിച്ച് നിർത്തുക അല്ല, നമ്മൾ കരക്കാരെന്ന് പറഞ്ഞാൽ കുതിര വലിച്ചുകൊണ്ട് പോകുമ്പം നമ്മൾ വലിയ സ്പീഡിന് വലിക്കത്തില്ല, ഒരു മീഡിയം എന്തിനെ വലിക്കത്തുള്ളൂ. പിന്നെ അവർ ഉത്തരവാദിത്വം ജോഡിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുതിര ജോഡിച്ചു കൊടുക്കുക എന്നുള്ളേ ഉള്ളൂ. പിടിച്ചുകൊണ്ട് പോകുന്നത് അവരാ. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ഉത്തരവാദിത്തം അവരാ. കെട്ടിക്കുന്നവരുടെ ഉത്തരവാദിത്വം കുതിര പിടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ഇവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഉത്തരവാദിത്തം. പിന്നീടെല്ലാം ഈ കരക്കാരാണ് ഉത്തരവാദിത്തം. അപ്പോൾ ഇന്നലെ കയറ്റം കയറി ഇറങ്ങുന്നതിന് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല? ഞങ്ങൾ ഏറ്റവും ബാക്കിൽ നിന്ന് ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. ക്ഷേത്രത്തിൽ അല്ല, അവിടെ വെച്ച് സംഭവം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത് സംഭവം അറിയുന്നത്. അപ്പോഴേക്ക് കുട്ടി ആശുപത്രി കൊണ്ടുപോയി. അവർ പറഞ്ഞത് വീല് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞു. അരുൺകുമാർ, ഈ രഥം നിയന്ത്രിക്കുന്ന ആളുകൾ, രഥത്തിൻ്റെ നടത്തിപ്പുകാരാണ് ഇപ്പോൾ നമ്മളോടുമായി സംസാരിച്ചത്. അവർ പറയുന്നത് ഇന്നലെ ഈ രഥം ഇവിടെ എത്തിക്കുന്നത് ഉത്തരവാദിത്വം മാത്രമേ ഇവർക്കുള്ളൂ. പിന്നീട് ഇത് നിയന്ത്രിക്കുക, ഇത് വലിച്ചു കൊണ്ടുപോകുകയെല്ലാം കരക്കാരാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്. ഇന്നലെ അത്തരത്തിലുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് അവരറിഞ്ഞിട്ടില്ല, നിയന്ത്രണം വിട്ടിട്ടില്ല എന്നാണ് രഥത്തെ നിയന്ത്രിക്കുന്ന ജോലിക്കാർ പറയുന്നത്. കരക്കാരാണത് വലിച്ചുകൊണ്ട് പോയത്. ഇവരെ നിയന്ത്രിക്കുന്ന ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും വടമോ രഥമോ നിയന്ത്രണം വിട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും എങ്ങനെയാണ് കുഞ്ഞ് വീലിനിടയിൽപ്പെടാൻ ഇടയായത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളോ മറ്റ് ദൃശ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം വ്യക്തമാവുകയും ചെയ്യും. പക്ഷേ ഇത്തരം ആളുകൂടുന്ന സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം.